വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വ്ലോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ മണർകാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 10-ാം ഉദയം കാണാൻ പോയ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞങ്ങൾ ചെന്നപ്പം തന്നെ ആദ്യത്തെ കുടം വന്ന് കയറുന്നുണ്ടായിരുന്നേ. അപ്പം മാളുക്കുട്ടിയും അനിയനും കൂടി അമ്പലത്തിനകത്ത് കയറി, അപ്പുക്കുട്ടനെയും കയറി, ഞാനും അമ്മയും പുറത്ത് നിന്ന്. പിന്നെ ഇവിടെ ഊണ് കിട്ടുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തൊരു വീട്ടുകാർ എല്ലാ വർഷവും കൊടുക്കുന്നത്, ഞങ്ങൾ അത് പോയി കഴിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ആനയുണ്ടായിരുന്നു, ആനയെ കാണാൻ പോയി. ആനയെ കണ്ടിട്ട് ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചു. ഞങ്ങൾ സാധാരണ പോയാലും ഒരു ഉച്ചയാകുമ്പം തിരിച്ച് വീട്ടിൽ പോയി. ഇത്തവണ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഇറങ്ങി. അതാകുമ്പോൾ നമുക്ക് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോയാൽ മതി. അന്നേരമാണ് കുടമൊക്കെ വന്ന് കയറുന്നത്. ഞങ്ങൾ സാധാരണ നേരത്തെ പണ്ടൊക്കെ വന്നുകൊണ്ടിരുന്നത് രാവിലെ വന്നിട്ട് ഈ കുടം കയറുന്നതിന് മുമ്പ് ഞങ്ങൾ പോകും. പക്ഷേ ഈ തവണയാണ് അടിപൊളിയായിട്ട് എല്ലാം കണ്ടും കേട്ടും ഒക്കെ നല്ല രസമായിട്ട് നിന്നതൊക്കെ. ഈ അപ്പൂൻ്റെ മേടിച്ച ഐസ്ക്രീമാട്ടോ ഞാൻ കഴിച്ചത്. എന്നിട്ട് ഞാൻ അന്നായിരുന്നു ആ കോൺ മൂല അറ്റമില്ലേ അത് ഒടിച്ചിട്ട് അപ്പൂട്ടനൊരു കുട്ടി ഐസ്ക്രീം ഉണ്ടാക്കി കൊടുത്തു. അതും കൊണ്ട് അവൻ നടക്കുമായിരുന്നു. പിന്നെ അവിടെ ആരുടെയോ ഒരോട്ട കിടപ്പുണ്ടായിരുന്നു, അതേൽ കയറി ഇരിപ്പായിരുന്നു അപ്പൂട്ടനെ. ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ ഇറങ്ങുന്നില്ലായിരുന്നു. സ്വന്തം വണ്ടി പോലെ കയറിയിരുന്നത്. ഞാൻ പറഞ്ഞേടാ ആ ചേട്ടൻ വന്നാൽ നിന്നെ വഴക്ക് പറയും. അവൻ കേൾക്കത്തില്ല. അതേ നിറക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ മാളുവും കയറി, അനിയനും കയറി, അതിനകത്തിരുന്ന് പ്രഹസനമായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും കുടമൊക്കെ വരുന്ന സമയമായപ്പോഴത്തേനും റോഡിലോട്ട് പോയി. ഇതുണ്ടോ താളം പിടിക്കുന്ന കേട്ടോ, ഈ കൊട്ടും പാട്ടും ഒന്നും കേൾക്കത്തില്ല. ഉടനെ അവരുടെ ഒപ്പം ഇങ്ങനെ ഇതാവും. പിന്നെ ഇവനൊരു വണ്ടിപ്രാന്തനാണ് കേട്ടോ. ബസ് വന്നതിന് മാമനെ വിളിച്ച് കാണിക്കുക, മാമാ ബസ് വന്നെന്ന്. ഒരു ബസ്സോ എന്തു പോയാലും ഈ കൂവിച്ചയാണ് ചെറുക്കൻ. ഭയങ്കര വണ്ടിപ്രാന്തനാണ്. പിന്നെ ഇത് മാളുക്കുട്ടി മേടിച്ചതാണ് കേട്ടോ, അമ്മയെ കൊണ്ട് മേടിപ്പിച്ചതാണ്. പിന്നെ 2 വളയും. പിന്നെ അപ്പൂട്ടൻ മേടിച്ചത് മറ്റേ കൊമള വിടുന്ന സാധനമാണ്. പാവത്തിന് അതും മതിയായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ഒരു 6 മണിയൊക്കെ ആറായപ്പോൾ ഞങ്ങളിതേ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് വീട്ടിലോട്ട് നടക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.